39. 39 ആണോ അത്? ഒന്നുകൂടി നോക്കിയേ. 10th റോഡിൽ ഒരു 1 ഉണ്ട്, 1th റോഡിൽ 3 ഉണ്ട്. 1ഉം 3ഉം ഒരുമിച്ച് ചെയ്ത് എത്രയാ? 13. അപ്പൊ ഇത് 13 ആണ് കേട്ടോ. ഓക്കെ, എന്താണ് തീരെ കേട്ടിട്ടില്ലാന്ന് തോന്നുന്നല്ലോ റെക്കോർഡ്. ഇസാന അങ്ങനെ കാണാറുമില്ല ക്ലാസ്സില്. കേക്കണം കേട്ടോ, കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കേക്കാട്ടോ, നിർബന്ധമായിട്ടും കേൾക്കണം. അല്ലെങ്കിൽ പിന്നെ ഇത് ആകെ അന്തം വിട്ടിരിക്കേണ്ടി വരും ക്ലാസ്സിൽ കയറി കഴിഞ്ഞാല്. അപ്പൊ പ്രീവിയസ് റെക്കോർഡുകൾ കേൾക്കുക. റെക്കോർഡ് കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്റെ അടുത്ത് ചോദിക്കാട്ടോ. ഗ്രൂപ്പിൽ ചോദിച്ചാലും മതി, അല്ലെങ്കിൽ പേഴ്സണലി ചോദിച്ചാലും മതി കേട്ടോ. ഓക്കെ, ക്ലാസ് കേൾക്കാണ്ട് നമുക്ക് ക്ലാസ് പിന്നെ ഈ ക്ലാസ്സിന്റെ ഇടയിൽ വിസക്ക് മാത്രം പറഞ്ഞു തരലെന്ന് മാമിന് പോസിബിൾ ആവില്ലല്ലോ. അപ്പൊ റെക്കോർഡ് കേട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ഇസക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും എന്താ ഇത് എന്നുള്ളത്. എന്നിട്ട് പിന്നെ ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ ഇസക്ക് അത് പറഞ്ഞു തന്നാ മനസ്സിലാവും. ഇല്ലെങ്കിൽ പിന്നെ ഇസക്ക് ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്താലും മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ എന്തായാലും എന്ത് ചെയ്യാ, ഇത് കേക്കാട്ടോ റെക്കോർഡ്സ്. ഇനി അതൊന്ന് ചെയ്ത് നോക്കിയേ. 20 വരെ ചെയ്യണം. പേജ് നമ്പർ 9 ഫുള്ള് ഫിനിഷ് ചെയ്തോ? വെരി ഗുഡ്, വെരി ഗുഡ്. അമാൻ മനസ്സിലായില്ലേ? ഓക്കെ, ഋതിക മനസ്സിലായോ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഋതിക എന്തിനാ അമ്മേനെ നോക്കുന്നേ? ഇങ്ങോട്ട് നോക്കി പറഞ്ഞോട്ടോ. എന്നാ ചെയ്തോ സ്റ്റാർട്ട് ചെയ്തോട്ടോ. Which page number? Ma'am, which page number? പേജ് നമ്പർ 9. +7ന്റെ ഫോർമുലയാണ് നമ്മൾ ചെയ്യുന്നത്. +9ന്റെയും +8ന്റെയും ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇപ്പൊ ഈസ ശ്രദ്ധിക്കണേ, ഇതിലോട്ട് ഇപ്പൊ 13 കിട്ടിയ ആൻസർ, ഇതിലോട്ട് 9 ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാ? 9 ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ എത്ര ബാലൻസ് ഉണ്ട്? 1st റോഡില് എത്ര ബാലൻസ് ഉണ്ട്? മൈക്ക് ഓൺ ചെയ്ത് വെച്ചോട്ടോ. എത്രയുണ്ട്? 3 ആണോ? 3 ആണ് നമ്മുടെ വാല്യൂ ബാറിൽ ടച്ച് ചെയ്തിരിക്കുന്നത്. 3 ബീഡ്സ് ആണ്. ആ വാല്യൂ ബാറിൽ ടച്ച് ചെയ്യാതെ എത്ര ബീഡ് ഉണ്ട്? 1 ആണോ? അപ്പർ ബീഡിൽ ഒരു ബീഡ് കാണുന്നില്ലേ? അത് ടച്ച് ചെയ്തിരിക്കണോ? വാല്യൂ ബാറിൽ ടച്ച് ചെയ്തിരിക്കുന്ന ഇങ്ങനെ ടച്ച് ചെയ്യണം. ഇപ്പൊ 1st റോഡിൽ വാല്യൂ ബാറിൽ ഇത് ടച്ച് ചെയ്തിട്ടുണ്ടോ? ഇതിന്റെ വാല്യൂ എത്ര? അപ്പറിലുള്ള ബീഡിന്റെ വാല്യൂ എത്രയാ? 5. അപ്പൊ ഒരു 5 ഉണ്ട്, പിന്നെ ഒരു 1 ഉണ്ട്. 5 + 1 എത്രയാ? 6. അപ്പൊ എത്ര ബാലൻസ് ഉണ്ട്? 6. നമുക്ക് ആഡ് ചെയ്യേണ്ടത് 9നെയാണ്. അപ്പൊ നമുക്ക് 6 അല്ലേ ഇപ്പൊ ഇവിടെ ബാലൻസ് ഉള്ളൂ ആഡ് ചെയ്യാന്. നമുക്ക് ആഡ് ചെയ്യേണ്ടത് 9നെയാണ്. അപ്പൊ ഇവിടെ 9നെ ആഡ് ചെയ്യാൻ പറ്റുമോ? ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നത് 6നെ മാത്രമാണ്. ഓക്കെ, അപ്പൊ 9നെ ആഡ് ചെയ്യാൻ നമ്മൾ അവിടെ 9ന്റെ ഫോർമുല യൂസ് ചെയ്യും. 9ന്റെ ഫോർമുല എന്താണ്? ആഡ് ദി ബോസ് ലെസ് ദി ഫ്രണ്ട്. ബോസ് എപ്പോഴും 10 ആണ്. 10നെയാണ് എപ്പോഴും നമ്മൾ ബോറോ ചെയ്യുക. അപ്പൊ 10നെ ബോറോ ചെയ്തു. 10നെ ബോറോ ചെയ്തിട്ട് 10നെ 9 ആക്കാൻ എന്ത് ചെയ്യണം? എത്ര ലെസ് ചെയ്യണം? 10നെ 9 ആക്കാൻ എത്ര ലെസ് ചെയ്യണം? 1 എവിടുന്ന് ലെസ് ചെയ്യണം? 1's റോഡിന്ന്. യെസ്, അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 22. ഇത് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കിയേ. ആരെങ്കിലും വിളിച്ചോ അതിന്റെ ഇടയില്? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഹാസിന് ഓൾറെഡി ചെയ്തതാണ് അല്ലെ? ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണെന്ന് നോക്കി നോക്ക്. ടീച്ചറെ, ഞാനും ഫിനിഷ് ആയി. എനിക്ക് 10th പേജ് ചെയ്യാൻ കഴിയോ? ചെയ്യണമെങ്കിൽ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഫോർമുല വന്നിട്ട് +6 = +10 -4 ആണ്. ഓക്കെ, അതുപോലെ തന്നെ വരെ എങ്ങനെയാ? 1 വരെ അതുപോലെ അല്ലേ? അല്ലല്ല, അങ്ങനെ ഒരുമിച്ച് സ്പീഡ് പോകണ്ട. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവാം. ഇല്ലെങ്കിൽ പിന്നെ അയിമ വേറെ നിൽക്കും, നമ്മൾ വേറെ നിൽക്കും, നമ്മൾ മൊത്തത്തിൽ അങ്ങ് കൺഫ്യൂസ് ആവും. ഓക്കെ, അപ്പൊ ഒരു പേജ് കൂടി ചെയ്താ പിന്നെ ആൻസേഴ്സ് ചെക്ക് ചെയ്ത് പോകും. ഓക്കെ, ലയ്യൊക്കെ എന്താ ഡൗട്ട്? എനിക്ക് പേജ് നമ്പർ 11th 1 കിട്ടുന്നില്ല. 11th 1 കിട്ടുന്നില്ല. 10th പേജ് ചെയ്തട്ടെ? 10th പേജ് ചെയ്തോളൂ. ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ കേട്ടോ. ഓക്കെ,
11th പേജില് 11 അല്ല 9th പേജില് 11 7 ആഡ് ചെയ്തേ. ഇനി +9 ചെയ്യണം. നമുക്ക് അവിടെ +9 ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബോറോ ചെയ്യും. ബോറോ ചെയ്ത് എവിടുന്ന്? ടെൻസിന്റെ അവിടുന്ന്. ഓക്കെ, ടെൻസിന്റെ അവിടുന്ന് 10 ബോറോ ചെയ്യാ. എന്നിട്ട് എത്ര ലെസ് ചെയ്യണ്ടേ? 3 ആണോ? 10നെ 9 ആക്കാൻ എത്ര ലെസ് ചെയ്യണം? +9 ഈസ് ഈക്വൽ ടു 1 + 10 - 1. അപ്പൊ അത് ചെയ്തേ. 1 വൺസ് റോഡിന്ന് മൈനസ് ചെയ്യാ. ഇപ്പൊ എത്ര ആൻസർ കിട്ടിയേ? 16. യെസ്, വെരി ഗുഡ്. ഇനി അതിലോട്ട് 2 ആഡ് ചെയ്തേ. ഇപ്പൊ എത്ര ആൻസർ കിട്ടിയേ? 18. ഓക്കെ, ഇനി അതിലോട്ട് 7 ആഡ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? +10 - 3. യെസ്, വെരി ഗുഡ്. അപ്പൊ എത്ര ആൻസർ കിട്ടിയേ? 25. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അങ്ങനെ ചെയ്യാട്ടോ. നമ്മൾ മുന്നേ, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ മുന്നേ പഠിച്ച ഫോർമുലകളും ഇതിൽ വരും. ഇനി +8 വരുമ്പോ +10 - 2. 10 ആഡ് ചെയ്തിട്ട് 2 മൈനസ് ചെയ്യാം. 9 വരുമ്പോ 10 ആഡ് ചെയ്തിട്ട് 1 ലെസ് ചെയ്യാ. 8 ആണെങ്കിൽ 10 ആഡ് ചെയ്തിട്ട് 2 ലെസ് ചെയ്യാം. അയാനാ, ബുക്കൊക്കെ പ്രിന്റ് എടുത്തായിരുന്നോ? ഓക്കെ, ചെയ്യുന്നുണ്ടോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. അയാൾക്ക് കുറച്ച് ഉണ്ടായിരുന്നേ. ഈ ഈ സെക്കൻഡ് റോ ഇല്ലേ, ഇത് എന്താന്ന് ചോദിച്ചായിരുന്നു എന്നോട്. എനിക്കത് അതാ ഞാൻ ചോദിച്ചത്. അയാൻ അവിടെ ഇരിക്കണ കണ്ടപ്പോ ഡൗട്ട് ഉണ്ടെന്ന് തോന്നി. അയാനാ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കാട്ടോ. അയാനോട് ആക്സെന്റ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്ക്, പക്ഷെ സ്റ്റിൽ അയനക്ക് ചോദിക്കാം. ഓക്കെ, എല്ലാം മനസ്സിലാവുന്നില്ലെന്ന് തോന്നി. മലയാളം അത്ര അറിയത്തില്ല, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാം മനസ്സിലാവുന്നില്ലെന്ന്. അത് കുഴപ്പമില്ല. ഈ ലെറ്റേഴ്സ് എല്ലാം പിന്നെ ഇതൊക്കെ എന്താ ഇതിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന എന്നാന്നൊക്കെ ചോദിച്ചായിരുന്നു ഞാൻ. ത്വാഹിർ, നമ്മൾ 9th പേജ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഏതാണ് അയാൾക്ക് മനസ്സിലാവാത്തെ? ഏത് ക്വസ്റ്റ്യൻ? 11th ക്വസ്റ്റ്യൻ ആണോ? അയാന, ഏത് ക്വസ്റ്റ്യനാ ഡൗട്ട്? വിച്ച് ക്വസ്റ്റ്യൻ? I can't see. 17th ക്വസ്റ്റ്യൻ ആണോ? No. I don't understand whether. ചെയ്തോ. അയന, I don't understand whether. ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് പറയോ? എനിക്ക് ഞാൻ കണ്ടില്ല. 17th ക്വസ്റ്റ്യൻ ആണ്. ഈ മുകളിലുള്ളതാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ നമ്പർ കേട്ടോ. ഈ മുകളിൽ കാണുന്നതാണ് അതിന്റെ ക്വസ്റ്റ്യൻ നമ്പർ. അപ്പൊ ഏത് നമ്പറാ? No, I just don't know, like, why is the these squares blank? 1 minute. I can't see. -1 Okay, which question? 18th one or 19th one? അപ്പറിലുള്ളതാണോ ലോവറിലുള്ളതാണോ? അതിന്റെ മുകളിൽ അതിന്റെ ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് പറഞ്ഞെന്നാ മതി. 17, 18, 19 ചോദിക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ. 17th one എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. 8 ആഡ് ചെയ്ത് 8 ആഡ് ചെയ്ത ടൂളില് പിൻ ചെയ്യണം കേട്ടോ. 8 ആഡ് ചെയ്യാൻ പിൻ ചെയ്യാം. വൺസ് റോഡില് ഓക്കെ, വെരി ഗുഡ്. വൺസ് റോഡില്, ദാറ്റ് ഇസ് 10th റോഡ്. വൺസ് റോഡ് എവിടെ? സെന്റർ റോഡ് ഈസ് വൺസ് റോഡ്. യെസ്, വൺസ് റോഡില് 8 ആഡ് ചെയ്തേ. 10th റോഡിൽ നിന്ന് ലെസ് ചെയ്യും. 10th റോഡ് ഇതാണ്. 10th റോഡ് ഈ സെന്ററിലുള്ളത് വൺസ് റോഡാണ്. അത് അറിയില്ലേ? അത് കൺഫ്യൂഷൻ ഉണ്ടോ? ടൂളില് ഇതാണ് വൺസ് റോഡ്. ഈ സെന്ററിൽ കാണുന്നതാണ് വൺസ് റോഡ്. ഈ പോയിന്റ് ഇട്ടിട്ടുള്ള
ഇതാണ് വൺസ് റോഡ്. അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് and the left side of this ones road is tens road. Okay, and tens Okay. road in the left side ഏതാണ് hundreds road. Okay, Okay. okay. ഇനി ones road 8 add ചെയ്ത് add 8. ടൂള് പൊക്കരുത്, അവിടെ വെക്കണം കേട്ടോ. 6 okay. Then plus 7. What will we do to add 7? No. Okay. 8 add ചെയ്യാൻ നമ്മൾ ഇതുപോലെ 8 add ചെയ്തു. Okay. Then we have how many beads left in one's road? 1. 1. Only 1. So we can add 7 directly from one's road, right? No. So we will add 10 from tens road. 110. We borrow 1 bead from tens road. Tens road in the 1 bead borrow ചെയ്യാം. And less 3 from one's road. Add 10 less 3. That is 7. 7 add ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? Add 10 less 7. So the 7's formula is add 10. Sorry, less 7 അല്ല, less 3. 7's formula is, we have formulas for plus 9 to plus 1. Okay. So to add plus 9, we use the formula add 10 less 1. Okay. To add 8, we use add 10 less 2. Okay. And for 7, what will we use? Add 10 less 3. That is 7's formula. Plus 7's formula is add 10 less 3. Plus 8's formula is add 10 less 2. Plus 9's formula is add 10 less 1. Okay? Is it clear? Yeah. Yeah. Okay. So, the 18th question, add 2. I will read the question and you, no, with your abacus rule. Add 2. No. Where is one's rod? The center rod of the abacus tool is one's rod. Which is your, yes, add 2. Oh, add 2. Add 7. We have to use 7's formula. What is the 7's formula? Big friend formula. 7's formula എന്താ? 3. Add 10 less 3. Less 3. Yes, very good, very good. Then minus 1. Yes, and the answer is 10. 10. yes, very good, very good, very good. Okay, അങ്ങനെ തന്നെ ചെയ്യാട്ടോ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് മാം ആ 10th പേജ് 10th ക്വസ്റ്റ്യനും 16th ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റുന്നില്ല. പറ്റുന്നില്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആ പേജ് എന്താ ചെയ്യാൻ? Finished. ഓക്കെ, 10th പേജ് ഫിനിഷ് ആയോ? Yes. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ആ പേജിലെ 10th പേജിലെ 10th ക്വസ്റ്റ്യനും പിന്നെ ഏതാണ് പറഞ്ഞേ? 16th 15th ക്വസ്റ്റ്യനും. ആ ക്വസ്റ്റ്യന് ഡൗട്ട് ഉള്ള എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കാം കേട്ടോ. 15 അല്ല 16. 10th പേജിലെ 10th ക്വസ്റ്റ്യനും 15th ക്വസ്റ്റ്യനും ഡൗട്ട് ഉള്ള എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കാം. മാം ആ 15 അല്ല 16 ആ 16. 16. ഓക്കെ, ആദ്യം നമ്മൾ 10th ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആഡ് 4. അയാന ഫിനിഷ് ചെയ്തോ? സ്റ്റാർട്ട് ചെയ്തോ? ബാക്കി ചെയ്തോ? ഓക്കെ. ആഡ് 4 ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ലെസ് 3 എന്ത് ചെയ്യണം? ലെസ് 3 ചെയ്യാൻ എന്ത് ചെയ്യണം? വൺസ് റോഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് 3 ലെസ് ചെയ്തു. ഇനി എന്താണ്? ആഡ് 6. ഇവിടെ 6 ആഡ് ചെയ്യാൻ എന്താ ചെയ്യണ്ടേ? ഒന്ന് നോക്കിയേ. എങ്ങനെയായിരിക്കും ഇവിടെ 6 ആഡ് ചെയ്യാ? 1ലോട്ട് എങ്ങനെയാ 6 ആഡ് ചെയ്യാ? ഹാസിനൊന്ന് നോക്കിയേ, ഒന്ന് ബീഡ്സിലോട്ടൊന്ന് നോക്കിയേ.
1 ഞാൻ എങ്ങനെ പറട്ടെ ആ ഞാൻ പറഞ്ഞോ പറട്ടെ ആ പറഞ്ഞോളൂ 6 പിൻ ചെയ്തിരിക്കണോ? വെരി ഗുഡ് 6 നമുക്ക് പിൻ ചെയ്തിട്ട് ഡയറക്റ്റ് 6 ആഡ് ചെയ്യാനില്ലേ? ഞാൻ അതാ പറഞ്ഞത്. നമ്മുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തെ അടുത്തുനിന്ന് ബോറോ ചെയ്യാൻ നിൽക്കുവോ? ഇല്ലല്ലോ. നമ്മളെ കയ്യിലുള്ള സാധനത്തിന് നമ്മൾ ബോറോ ചെയ്യാൻ പോവോ? ഇല്ല. അപ്പൊ ഡയറക്റ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഫോർമുല യൂസ് ചെയ്യാൻ. ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ ഡൗട്ട് എന്ന് പറഞ്ഞാൽ 16th വൺ ഡൗട്ട് ഉള്ളവർ എല്ലാവരും ശ്രദ്ധിക്കുക. 2 ആഡ് ചെയ്തു. 10th പേജിലെ 16th ക്വസ്റ്റ്യൻ ആണ്. 2 ആഡ് ചെയ്തു. ഇനി എന്താണ്, ആഡ് 8 ചെയ്യാനാണ്. പ്ലസ് 8ന്റെ ഫോർമുല ഇസ ഫാത്തിമ ഒന്ന് പറഞ്ഞ. പ്ലസ് 8ന്റെ ഫോർമുല എന്താ? +8 = +10. യെസ് വെരി ഗുഡ്. +10 - 2. ഇനി 4 ചെയ്യണം. 4 ഇവിടെ എങ്ങനെ ചെയ്യും ഹാസിൻ? 4 എങ്ങനെ ചെയ്യാം? മിസ്സായി. ആ 4 ഡയറക്റ്റ് ഇപ്പൊ ചെയ്യുന്ന ഫസ്റ്റ് 1A ബുക്ക് അല്ലേ? എങ്ങനാ? 1A ബുക്ക് അല്ലേ ഇപ്പൊ ചെയ്യുന്നേ? യെസ് ആരാ അത് ചോദിച്ചേ? ഋതികന്റെ സിസ്റ്ററാ. ഋതിക, നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ ക്ലാസ്സില് എ ബുക്ക് മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. ബി ബുക്ക് നിങ്ങക്ക് ഹോംവർക്ക് ചെയ്യാനുള്ളത്. ഋതിക ഏത് പേജാ ചെയ്തേ? ബി ബുക്ക് ആണോ ചെയ്തേ? ബി ബുക്ക് ആണോ എ ബുക്ക് ആണോ എന്ന് ഇവിടെ ഇങ്ങനെ ചോദിച്ചോളെ. എ ബുക്ക് ആണ് ചെയ്തോണ്ടിരുന്നേ. അപ്പൊ ബി ബുക്ക് ആണോ? ചെയ്യണ്ടേ? അല്ലല്ല, ബി ബുക്ക് അവർക്ക് ഹോംവർക്ക് കൊടുക്കുന്നതാണ്. അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ബുക്കാണ് ബി ബുക്ക്. എ ബുക്ക് ആണ് നമ്മൾ ക്ലാസ്സിൽ ചെയ്യുക. ക്ലാസ്സിൽ ചെയ്തത് ബി ബുക്കിൽ പ്രാക്ടീസ് കൂടി ചെയ്താലാണ് അവർക്ക് നന്നായിട്ട് അത് ചെയ്യാൻ പറ്റുക. അപ്പൊ ബി ബുക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 4 ആഡ് ചെയ്തു. ഇനി ഇതിലോട്ട് 6 ആഡ് ചെയ്യണം. എന്ത് ചെയ്യും? 6 ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാനുള്ള കാരണം ബാലൻസിൽ 5 മാത്രമേ ബാലൻസ് ഉള്ളൂ. അപ്പൊ നമ്മൾ 6 ആഡ് ചെയ്യാൻ എന്ത് ചെയ്യണം? അമാൻ എന്ന് പറഞ്ഞേ. 6 ആഡ് ചെയ്യാൻ എന്താ ചെയ്യാ? ബോറോ ചെയ്യും. എവിടുന്ന്? ടെൻസ് ബോറോ ചെയ്തു ഒരു 10. ഇപ്പൊ 10 ആണ് കിട്ടിയത്. 10നെ 6 ആക്കാൻ എന്ത് ചെയ്യും? -2 -3 -4. 6 ആണ്. ഒരാൾ പറഞ്ഞൊക്കെ ചെയ്തു. അമാൻ അത് കേട്ടില്ല. അമാൻ തന്നെ പറയണം. ആഡ് 10 -4 -4. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫോർമുല എഴുതിയിട്ടേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഫോർമുലന്റെ ചാർട്ട് ഞാൻ ഗ്രൂപ്പിൽ അയക്കാം. എന്നെ ഒന്നും ആരെങ്കിലും ഒരാൾ ഗ്രൂപ്പിൽ ഓർമ്മിപ്പിക്കണേ ചാർട്ട് അയക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഓക്കെ. അയാന ടൂൾ യൂസ് ചെയ്യണേ. അയാന ടൂൾ യൂസ് ചെയ്തിട്ട് ചെയ്യണേ. ഓക്കെ. നേരത്തെ ചെയ്തല്ലോ ടൂളില്, അതുപോലെ ചെയ്യണേ. നമ്മൾ എ ബുക്കിൽ ചെയ്ത പേജ് ബി ബുക്കിൽ ചെയ്യണോ? ബി ബുക്കിൽ ഇപ്പോഴല്ല, നമ്മള് ക്ലാസ് ഹോംവർക്ക് ആയിട്ട് പറയും. എ ബുക്കിൽ എത്ര പേജ് ചെയ്യുന്നോ അത്രയും പേജ് ബി ബുക്കിൽ ചെയ്യണം. നമുക്ക് ഈ 9th പേജിന്റെ ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. എല്ലാരും ഒന്ന് ചെക്ക് ചെയ്യണേ. ആരാ ഒന്ന് വായിക്കാ? ഷയാൻ ഒന്ന് വായിച്ചേ 10 വരെ. എല്ലാരും നെക്സ്റ്റ് ക്ലാസ്സിൽ ടൂള് കാണുന്ന രീതിക്ക് എന്ത് ചെയ്യണം? ക്യാമറ സെറ്റ് ചെയ്യണേ. 10th പേജ് 16ന്റെ ആൻസർ നമുക്ക് പറയാം. ആദ്യം 9th പേജിലെ ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് 10th പേജിൽ ചെയ്യല്ലേ. ഷയാൻ ഒന്ന് വായിച്ചേ 10 വരെ. പെട്ടെന്ന് വായിക്കണേ. 13, 15, 16, 16, 90, 60, 30, 70, 10, 90. വെരി ഗുഡ്. ഫുള്ള് കറക്റ്റ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ലയ്യ 11 to 20 വരെ ഒന്ന് വായിച്ചേ. ഒന്നുകൂടി വായിക്കാം. 13, 15, 16, 16, 19, 16, 13, 17, 10, 90. ഓക്കെ. ലയ്യ 11 to 20 വരെ പെട്ടെന്ന് വായിക്കണേ. എല്ലാരും ശ്രദ്ധിക്കുക. ആൻസേഴ്സ് കറക്റ്റ് ഉള്ളത് ടിക്ക് ഇടാ കേട്ടോ. 25, 18, 11, 26, 10, 17, 16, 10, 8. വെയിറ്റ് 16th 1 17 ആണോ എല്ലാവർക്കും കിട്ടിയേ?
15 is the right answer. Okay, 17th one വായിച്ചോളൂ ലയ്യ. ഞാൻ ലാസ്റ്റ് വായിക്കാം. 16th one മുതലുള്ളതൊന്ന് നോക്കിക്കോട്ടോ. 16th one 15 ആണ്. 17th one വായിച്ചേ. 16, 10, 8, 15. ഓക്കെ, ഞാൻ ഒന്നുകൂടി വായിക്കാം. 25, 18, 11, 26, 10, 15, 16, 10, 8, 15. കറക്റ്റ് ആയവര് എന്റെ ഫുള്ള് കറക്റ്റാ. 25, 18, 11, 26, 10, 15, 16, 10, 8, 15. 1 to 10 ഒന്നുകൂടി വായിക്കാവോ? 13, 15, 16, 16, 19, 16, 13, 17, 10, 19. ഋതികയുടെ ഫുള്ള് കറക്റ്റ് ആയിരുന്നോ? മിസ് 11 തൊട്ട് 20 ഒന്നും കൂടി വായിക്കാമോ? മിസ്സേ, എന്റെ ഫുള്ള് കറക്റ്റാ. വെരി ഗുഡ്, വെരി ഗുഡ്. ആരാ 11 തൊട്ടിട്ട് ഒന്നുകൂടി വായിക്കാൻ പറഞ്ഞേ? ആരാ പറഞ്ഞേ? ഋതികയുടെ 10 വരെ തെറ്റായിരുന്നോ? കറക്റ്റ് ആയിരുന്നോ? 10 വരെ ഒരെണ്ണം തെറ്റുണ്ടായിരുന്നു. ഓക്കെ. 11 to 20 വരെ 12 അല്ല, 25, 18, 11, 26, 10, 15, 16, 10, 8, 15. പോയി. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ആ റോങ് ആയ ആൻസേഴ്സ് റൈറ്റ് ആക്കണേ. അയാന ടൂളില് ചെയ്യണം കേട്ടോ. അയാന ടൂൾ എവിടെയാ? ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എത്രാമത്താണ്? 10ാമത്തെ പേജിലെ 9ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, 2 ആഡ് ചെയ്യാം. എങ്ങനെ 2 ആഡ് ചെയ്യാം? 2 ആഡ് ചെയ്യാം. ഇനി 6 ആഡ് ചെയ്യണം. എന്താ ചെയ്യാ 6 ആഡ് ചെയ്യാൻ? ഹിബ ഒന്ന് പറഞ്ഞേ. 2 ആഡ് ചെയ്തിട്ട് 6 എങ്ങനെ ആഡ് ചെയ്യാന്നൊന്ന് നോക്കി പറഞ്ഞേ. 6 അപ്പുറത്തുനിന്ന് എടുക്കണം. അപ്പുറത്തുനിന്ന് എടുക്കണോ? അവിടെ 6 ആഡ് ചെയ്യാൻ ഡയറക്റ്റ് ഉണ്ടോന്നൊന്ന് നോക്കിയേ. 2 ആഡ് ചെയ്താൽ എത്ര ബാലൻസ് ഉണ്ട്? 2ലോട്ട് എങ്ങനെയാ 6 ആഡ് ചെയ്യാ? ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാനില്ലേ? വേണം. എങ്ങനെയാ? 5 plus 5 plus 1 6 നമ്മളിങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാം അല്ലേ? യെസ്. ഇനി എന്താണ്? പ്ലസ് 9 ചെയ്യണം. പ്ലസ് 9ന്റെ ഫോർമുല പറഞ്ഞേ. plus 10 minus 1. എത്ര കിട്ടിയില്ലേ? 17. ഓക്കെ, ഇനി ബാക്കിയുള്ളവര് 10th പേജ് നമ്മൾ ആൻസേഴ്സ് ലാസ്റ്റ് ചെക്ക് ചെയ്യാം. 11th പേജ് എടുക്കാം. 10th പേജ് ചെയ്യാത്തവര് 10th പേജ് ഫിനിഷ് ചെയ്യാം. ബാക്കിയുള്ളവര് 11th പേജ് എടുക്കാം കേട്ടോ. ഓക്കെ മാം 10th പേജ്. ഹലോ, എങ്ങനാ? 10th പേജ് 16th ക്വസ്റ്റ്യൻ ഒന്ന് പറയൂ. 16th ക്വസ്റ്റ്യൻ അല്ലേ നേരത്തെ പറഞ്ഞ 10th പേജിലെ ആണല്ലോ? ഇല്ല, പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, 6 ആഡ് ചെയ്യാ. 6 ആഡ് ചെയ്തേ. ഇനി അതിലോട്ട് 3 ആഡ് ചെയ്തേ. ഇനി പ്ലസ് 6 ചെയ്യണം. എന്താ ചെയ്യാ? മാം വായിക്കുന്ന 15 16. സോറി, 2 ആഡ് ചെയ്യാ. ഇനി 8 ആഡ് ചെയ്യണം. എന്താ ചെയ്യാ? ടെൻസറോടുന്ന് ബോറോ ചെയ്യും. അതിന്റെ ഫോർമുല പറഞ്ഞ. പ്ലസ് 8ന്റെ ഫോർമുല പറഞ്ഞാൽ മതി. ആഡ് 10 minus 2. ഓക്കെ, ഇനി 2 ആഡ് ചെയ്തേ. ഇനി 6 ആഡ് ചെയ്യാൻ എന്താ ചെയ്യണ്ടേ? 5 6. എത്ര കിട്ട ആൻസർ? 18. 18 ആണോ കിട്ടിയേ? 16th ക്വസ്റ്റ്യൻ അല്ലേ ചോദിച്ചേ? എനിക്ക് 20 കിട്ടിയേ. 20 ആണ്. സോറി, ഞാൻ പറഞ്ഞോടത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. 4 ആയിരുന്നു കേട്ടോ 8 കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാനുണ്ടായിരുന്നേ.
ഒന്നുകൂടി ചെയ്തോ. 2 ആഡ് ചെയ്യാ, 8 ആഡ് ചെയ്യാ, പിന്നെ 4 ആഡ് ചെയ്യാ കേട്ടോ. എന്നിട്ട് +6 ചെയ്യുമ്പോ 20 കിട്ടും. ഓക്കെ, അയനാ കുറച്ചുകൂടി താഴേക്ക് ആക്കിയിട്ട് ടൂൾ വെച്ചോട്ടോ, എന്നാ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂലേ. യെസ്. ഓക്കെ, ബാക്കിയുള്ളവര് 10th പേജ് ഫിനിഷ് ആയവര് 11th പേജ് എടുത്തിട്ട് എന്ത് ചെയ്യാ, +5ന്റെ ഫോർമുലയാണ് അതിൽ വരുന്നത്. +5 = +10 - 5 ഈ ഫോർമുല വെച്ചിട്ട് ചെയ്യാട്ടോ. ഓക്കെ, ഋതികയുടെ ഏത് പേജ് വരെ ആയിട്ടുണ്ട്? മിസ്സേ 10th പേജ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഋതികക്ക്? മിസ്സേ ഈ 10th പേജിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ഡൗട്ട് ഉണ്ട്, തെറ്റായിട്ടാ ചെയ്തത്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം എന്താണ്, 4 ആഡ് ചെയ്യാനാണ്. 4 നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്തു. ഓക്കെ, ടൂളില് 4 നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്തു. ഇനി 5 ആഡ് ചെയ്യാൻ ഋതിക്ക് ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് വെക്കണേ. 5 ആഡ് ചെയ്യാൻ എന്താ ചെയ്യാ? 5 ആഡ് ചെയ്യാൻ എന്താ ചെയ്യാ? 4ലോട്ട് 5 ആഡ് ചെയ്യാൻ എന്താ ചെയ്യാ? 5 എവിടെ ഉള്ളേ? മിസ് ടൂൾ നോക്ക്. ഋതിക ടെൻഷൻ ആവണ്ടേ, ജസ്റ്റ് ഋതികർക്ക് അറിയണ പോലെ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല കേട്ടോ. ഇലാൻ 11th പേജ് ചെയ്തതാണോ? അല്ല, ചെയ്തോ, സ്റ്റാർട്ട് ചെയ്തോ. മാം 5 ആഡ് ചെയ്യാൻ 11th പേജ് നല്ല ചെറിയ ഡൗട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഋതിക 4 ആഡ് ചെയ്തിട്ട് 5 ആഡ് ചെയ്യാന് 5 ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം. ഇവിടെ അല്ലേ 5? 5 ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. 4 ആഡ് ചെയ്തിട്ട് 5 ആഡ് ചെയ്യാൻ എന്ത് ചെയ്യും, 4 ആദ്യം ആഡ് ചെയ്യാം, പിന്നെ 5. അപ്പർ ബീഡിൽ ഒരു ബീഡിന്റെ വാല്യൂ 5 അല്ലേ, അപ്പൊ 5 ഡയറക്റ്റ് ആയിട്ട് ആഡ്. ഇനി 6 ആഡ് ചെയ്യണം. 6ന്റെ ഫോർമുല എന്താ വരുന്നേ? ഋതിക ഒന്ന് പറഞ്ഞേ, 6ന്റെ ഫോർമുല എന്താ? ഇവിടെ ഇനി 6 ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റൂല, കാരണം നമുക്ക് ഇനി ഒരു ബീഡും ബാലൻസ് ഇല്ല, എല്ലാ ബീഡും വാല്യൂ ബാറിൽ ടച്ച് ചെയ്ത് നിൽക്കാണ്. അപ്പൊ അതിലോട്ട് 6 ആഡ് ചെയ്യാൻ എന്ത് ചെയ്യണം? ആഡ് 10 ലെസ് 4. എങ്ങനെയാണ്? ആഡ് 10 ആഡ് ചെയ്തിട്ട് എത്ര ലെസ് ചെയ്യണം? 6ന്റെ ഫ്രണ്ട് ആരാണ്? 4. ആഡ് 10 ലെസ് 4. ഓക്കെ, ക്ലിയർ ആണോ ഋതിക? +3 ഓക്കെ, അത് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കിയേ. ഇനി ഹിബത്ത് എന്താ ഡൗട്ട്? -5 എന്താ +6 അല്ലേ? ഹിബയുടെ ഉമ്മയാണോ ചെയ്യുന്നേ? എത്രയാണ്? ഹിബ, 11 ഫാത്തിമ, ഹിബേന്റെ ഉമ്മയാണോ ചെയ്യുന്നേ? ഹിബല്ലേ ടൂൾ എവിടെ? ഹിബേന്റെ ഉമ്മയല്ലല്ലോ ചെയ്യുന്നേ, ഹിബേന്റെ അല്ലേ ചെയ്യുന്നേ? ഓക്കെ, അത് മിസ് അവൾക്ക് നെക്സ്റ്റ് 14th ക്വസ്റ്റ്യന് ഡൗട്ട്, അപ്പൊ അതെങ്ങനെ ചെയ്യാന്ന് കാണിച്ചു കൊടുത്തതാ. ഓക്കെ. അവിടുന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, മൈക്ക് ഓഫ് ചെയ്യാത്തോണ്ടേ. ഓക്കെ, ഇനി 11th പേജില് ഡൗട്ട് ഉള്ളവരെല്ലാരും ശ്രദ്ധിക്കുക. 11th പേജില് ഋതിക 10th പേജ് ചെയ്തോട്ടോ. അതിൽ നമുക്ക് 6ന്റെ മാത്രല്ല 7ന്റെയും 8ന്റെയും അതുപോലെ തന്നെ 9ന്റെയും ഫോർമുല ചെയ്യാനുണ്ടാവും. ഓക്കെ, 11th പേജ് ചെയ്യാൻ പെൻഡിങ് വെച്ചവർക്ക് എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യം എന്താണ്? ആഡ് 5. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, സെക്കൻഡ് ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കുക. 6 ആഡ് ചെയ്യും. 6 നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യും അല്ലേ? യെസ്. ഇനി +3 ചെയ്യാൻ എന്ത് ചെയ്യണം? 3യും നമുക്ക് എന്തുണ്ട്? ഡയറക്റ്റ് ആയിട്ട് 3 ആഡ് ചെയ്യാനുണ്ട്. ഇനി +5 ചെയ്യണം. എങ്ങനെയാ +5 ചെയ്യാ? ബോറോ ചെയ്യാം. ഇവിടെ നമുക്ക് ഇനി +5 ചെയ്യാനുണ്ടോ, കാരണം ഓൾറെഡി 5 ആഡ് ആയി കിടക്കാണ്. അപ്പൊ നമുക്ക് 5 ആഡ് ചെയ്യാൻ എന്ത് ചെയ്യണം? 10 സ്ലോഡിൽ നിന്ന് ഒരു 10 ആഡ് ചെയ്ത് 1 സ്ലോഡിൽ നിന്ന് എത്ര ബീഡ്? 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടാൻ എത്ര ബീഡ് ലെസ് ചെയ്യണം? 5 +10 - 5 +5 +10 - 5 +10 ചെയ്തു, എന്നിട്ട് -5 ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എല്ലാരെ കൊണ്ട് ഞാൻ മറ്റേ ഫോർമുലാസ് വായിപ്പിക്കും.
വായിപ്പിക്കല്ല, ചോദിക്കും. അപ്പൊ ചോദിക്കുന്നവർ ആൻസർ പറയേണ്ടി വരും. തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഇമ്പോസിഷൻ എഴുതേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ തല ചൊറിയണ്ട ഇല്ലാൻ, പഠിച്ചാ മതി. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ലോജിക്കലി ഒന്ന് തിങ്ക് ചെയ്താൽ മതി. 9ന്റെ ഫ്രണ്ട് എന്താ? 1 ലെസ് ചെയ്താലാണ് 10ൽ ഒരു മാറ്റവും വരുന്നില്ല. +10ല് പിന്നെ അതിന്റെ ഫ്രണ്ട്സിൽ മാത്രമാണ് മാറ്റം വരുന്നത്. 10ൽ നിന്ന് 1 ലെസ് ചെയ്താൽ 9 കിട്ടും, 2 ലെസ് ചെയ്താൽ 8 കിട്ടും, 3 ലെസ് ചെയ്താൽ 7 കിട്ടും, 4 ലെസ് ചെയ്താൽ 6 കിട്ടും, 5 ലെസ് ചെയ്താൽ 5 കിട്ടും. ഇത്രേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. ക്വസ്റ്റ്യന്റെ ആൻസർ ഏത് പേജിലാണ്? 11th പേജിൽ 8th ക്വസ്റ്റ്യന്റെ ആൻസർ. അത് ചെയ്യാൻ പറ്റൂല കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. അത് കണ്ടുപിടിക്കലാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അർജയാണ് ആദ്യം കണ്ടുപിടിച്ചത്. പഠിക്കാൻ പോകുന്ന ഫോർമുല എങ്ങനാ? What is 5 plus 5 in the beats? 5 Plus 5 in the beats. 5 ആഡ് ചെയ്യാൻ എന്ത് ചെയ്യണം? 5ന്റെ ഫോർമുല -5. ഓക്കെ, 5 ആഡ് ചെയ്തിട്ട് 5 ആഡ് ചെയ്യാൻ എന്ത് ചെയ്യണം? ആഡ് 10 +5 5 ആഡ് ചെയ്തിട്ട് പിന്നെയും 5 ആഡ് ചെയ്യാൻ നമുക്ക് ടൂളിലില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആഡ് 10 +5. അതാണ് +5ന്റെ ഫോർമുല. ഓക്കെ, 10 ആഡ് ചെയ്തിട്ട് 5 ലെസ് ചെയ്താലല്ലേ 5 കിട്ടുക. അപ്പൊ +5 = +10 - 5 +9 = +10 - 1 +8 = +10 - 2 +7 = +10 - 3 +6 = +10 - 4 +5 = +10 - 5. ഓക്കെ, അപ്പൊ 8th ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂല. ഇപ്പൊ ചെയ്യാൻ പറ്റൂല, പക്ഷെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അയാന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 17 അല്ലേ? 17 ആണ്, പക്ഷെ ഇപ്പൊ അത് ചെയ്യാൻ പറ്റൂല. ടൂൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റൂല. ടൂൾ ഉപയോഗിക്കാതെ ചെയ്യുന്നവർക്കാണ് അതിന്റെ ആൻസർ കിട്ടുക. ആർക്കൊക്കെ ആൻസർ കിട്ടിക്കണമെന്ന് നോക്കട്ടെ. ഓക്കെ, അയാന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എങ്ങനാ? ഏതാണ്? Please speak louder. Stop. Which one? Number 10. I didn't hear you. On number 10. Number 10. Okay. Which page? 810. 11 or 10? Page number? 10. Okay. Page number 10 ile 10th question ആണോ? Yeah. Yeah. Okay. Add 4. Tool 4 add ചെയ്തേ. And less 3. Okay. And answer is? 1. Yes. Very good. Then add 6. എങ്ങനെയാ അവിടെ 6 add ചെയ്യാ? What is the formula of +6? Add 10 less 4. Right? Yeah. 4. Yeah. So we can't do the add 10 less 4. So what will we do? We have to add 6 directly. Add 5 and add 1. 5 plus 1 is equal to 6. Or you take 6 in the one slot. This is a 6, 5 and 1. And there is already 1 in the tool. So so 6 add ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? Add 5 and add 1. Okay? And what is the final answer? എത്ര ആൻസർ കിട്ടിയേ? അയന എത്ര ആൻസർ കിട്ടിയേ? 3 ഓ? 7. 7. ടീച്ചറെ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എനിക്ക്
8th വൺ കിട്ടണല്ലോ. 8th വൺ ഏത് പേജിലാണ്? പേജ് നമ്പറും പറയണേ, കാരണം ഓരോരുത്തരും ഓരോ പേജിലേ ചെയ്യുന്നേ. 11. 11th പേജ് 8th വൺ. യെസ്, വെരി ഗുഡ്. അതിപ്പോ കിട്ടൂല, അത് നമ്മൾ ടൂളിൽ ചെയ്യുന്നവർക്ക് മാത്രമേ അത് കിട്ടുന്നില്ല എന്ന് മനസ്സിലാവുള്ളൂ. അല്ലാത്തവരൊക്കെ നോർമൽ കാൽക്കുലേഷൻ ചെയ്തിട്ട് അത് ചെയ്തു പോകും. ഇപ്പൊ അത് ചെയ്യേണ്ട, നമുക്ക് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ഫോർമുലയാണ്. ഓക്കെ മിസ് 11th പേജ് എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ആ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാ വരുന്നത് എന്ന് വെച്ചാൽ +5ന്റെ ഫോർമുലയാണ് അതിൽ വരുന്നത്. +5 = +10 - 5. അതാണ് അവിടെ ചെയ്യേണ്ടത്. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കാം. 6 ആഡ് ചെയ്യാം, പിന്നെ അതിലോട്ട് 3 ആഡ് ചെയ്യാൻ എന്ത് ചെയ്യണം? 3 ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം. പിന്നെ +5 ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് 10 - 5. ഈ ഫോർമുലാസ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിക്കാം. കാണാതെ പഠിക്കെങ്കിൽ കാണാതെ പഠിക്കാം. അതല്ല, നിങ്ങൾക്ക് അത് ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് പഠിക്കണമെങ്കിൽ അങ്ങനെയും പഠിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ചോദിക്കും, പറയാത്തവര് ഇമ്പോസിഷൻ എഴുതേണ്ടി വരും കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഞാൻ ഫോർമുലയുടെ ഒരു ചാർട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ, നമ്മൾ പഠിച്ച ഫോർമുലകൾ മാത്രം ഇപ്പൊ പഠിച്ചാൽ മതി കേട്ടോ. മാം ആ ചാർട്ട് പ്രിന്റ് എടുക്കണം. പ്രിന്റ് എടുക്കണ്ട. പ്രിന്റ് എടുക്കണമെങ്കിൽ എടുത്തോ, കാരണം അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി എവിടെയെങ്കിലും. മാം ഫിനിഷ്. ഓക്കെ, വെരി ഗുഡ്. 11th പേജ് ഫിനിഷ് ആയി. യെസ്. ഓക്കെ, അടുത്ത ഒന്ന് പറഞ്ഞേ +9ന്റെ ഫോർമുല. നോക്കാണ്ട് പറയണേ. പറഞ്ഞു. +9 = +10 - 1. ഓക്കെ, ഇങ്ങനെ +9 = എന്ന് പറയണ്ട, +10 - 1 എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഇനി +7ന്റെ പറഞ്ഞേ. +7 = 10 - 3. ഓക്കെ, +6. +6 = 10 - 4. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എന്താ ഹാസിൻ? ഒന്നുമില്ല. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉള്ളവര് ചോദിക്കാം. ഋതിക ചെയ്യാൻ പറ്റുന്നില്ലേ? ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അല്ലെ? ഋതികയുടെ അടുത്ത് ഞാൻ ചോദിച്ചാൽ ഇങ്ങനെ ഡാൻസ് കളിക്കാം, അല്ലാതെ നോർമലി കുഴപ്പമൊന്നുമില്ല. ഓക്കെ ആണ്. ടെൻഷൻ ആവുന്നതാണോ? ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ ഋതിക. മാം ആ 11th ക്വസ്റ്റ്യനിലെ 11th പേജ് 9th. ഓക്കെ, 2 ആഡ് ചെയ്തേ. ആഡ് ചെയ്ത്. ഇനി 5 ചെയ്യണം. എന്താ ചെയ്യാ? ഒന്ന് നോക്കിയാ, മുകളിലോട്ടൊന്ന് നോക്കിയാ അവിടെ 5 ആഡ് ചെയ്യാനുണ്ടോന്ന്. ഇല്ലേ? അപ്പൊ എത്ര ആൻസർ കിട്ടിയേ? 9. വെരി ഗുഡ്. ഷയാൻ ഓക്കെ അല്ലേ? പെൻസിൽ വെച്ചിട്ട് ചെയ്യരുത് ഷയാൻ. യൂസ് യുവർ ഫിംഗർ. Okay. ഓക്കെ, അയാന ഓക്കെ അല്ലേ? Yeah. ഓക്കെ, ഫിനിഷ്. ഓക്കെ, വെരി ഗുഡ്. It's completed. ഓക്കെ, വെരി ഗുഡ്. ലയ ആ മുന്നത്തെ പേജ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടോ, വെറുതെ ഇരിക്കണ്ട. 9ഉം 8 ഒക്കെ ചെയ്യാനില്ലേ? ഐമന്റെ ഫിനിഷ് ആയതാണോ? ഞാൻ ചോദിക്കട്ടെ, ഐമൻ ആരുടെയൊക്കെ ഫിനിഷ് ആയവരുടെ ഹാൻഡ് റൈസ് ചെയ്തേ. 11th പേജ് വരെ ഫിനിഷ് ആയവരുടെ ഹാൻഡ് റൈസ് ചെയ്തേ. ഓക്കെ, അർദ, ലയ്യ, പിന്നാരാ? ത്വാഹിർ ചെയ്യുന്നുണ്ടോ? ത്വാഹിറൊക്കെ ക്യാമറ ഓഫ് ചെയ്തുകൊണ്ട് ത്വാഹിറിനൊന്നും കാണുന്നില്ല കേട്ടോ. ത്വാഹിർ ചെയ്യുന്നുണ്ടോ? ആളവിടെ ഉണ്ടോ? ത്വാഹിർ അവിടെ ക്യാമറ ഓൺ ചെയ്തിട്ട് എങ്ങോട്ടോ പോയിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത് കേട്ടോ ആരും. ഓക്കെ, ആരുടെയൊക്കെയാണ്? ഹാഫിലിന്റെ കഴിഞ്ഞിട്ടുണ്ട്. ഹാഫിൽ ക്യാമറ ഓൺ ചെയ്യണേ. ഐമന്റെ കഴിഞ്ഞിട്ടുണ്ട്, അർദയുടെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അർദ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഹാഫിൽ +6ന്റെ ഫോർമുല എന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറയാം. +6 = എന്നൊന്നും പറയണ്ട. +6 ചോദിച്ചാൽ +10 - എത്രയാന്നുള്ളത് പറയാം. ഓക്കെ, +6 10 - 4. യെസ്, വെരി ഗുഡ്. ഐമൻ +7. 10 - 3. ഓക്കെ, ഹാഫിൽ 8. 10 - 2. ഓക്കെ, അർദ 9.
പ്ലസ് 10 എന്ന് പറയണേ. 10 minus 1. ഓക്കെ, പ്ലസ് 10 എന്ന് പറയണം, കാരണം ഇനി നമുക്ക് മൈനസ് പഠിക്കാണ്ട്, അപ്പൊ -10 ആവും. അപ്പൊ നമ്മൾ പ്ലസ് 10 എന്ന് പറഞ്ഞിട്ട് തന്നെ പഠിക്കാം. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഫ്രണ്ട്സിനെ മാത്രം പഠിച്ചാൽ മതി. ആഡ് ചെയ്യുമ്പോൾ 10നെ ആഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇനി കൺഫ്യൂഷൻ ഇല്ല. കാരണം ബോസ് എപ്പോഴും 10 ആണ്. 10ന്റെ അടുത്തുനിന്നേ നമ്മൾ ബോറോ ചെയ്യുന്നുള്ളൂ ബിഗ് ഫ്രണ്ടില്. ഓക്കെ, അപ്പൊ അതിന്റെ ഫ്രണ്ട്സിനെ പഠിച്ചേക്കാം. 9ന്റെ ഫ്രണ്ട് 1, 8ന്റെ ഫ്രണ്ട് 2, 7ന്റെ ഫ്രണ്ട് 3, 6ന്റെ ഫ്രണ്ട് 4, 5ന്റെ ഫ്രണ്ട് 5. ഇനി 4ന്റെ ഫ്രണ്ട് ആണെങ്കിൽ 6 ആയിരിക്കും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. 4ന്റെ ഫ്രണ്ട് 6 ആണെങ്കിൽ 6ന്റെ ഫ്രണ്ട് 4, 7ന്റെ ഫ്രണ്ട് 3 ആണെങ്കിൽ 3ന്റെ ഫ്രണ്ട് 7, 8ന്റെ ഫ്രണ്ട് 2 ആണെങ്കിൽ 2ന്റെ ഫ്രണ്ട് 8, 9ന്റെ ഫ്രണ്ട് 1 ആണെങ്കിൽ 1ന്റെ ഫ്രണ്ട് 9. ഓക്കെ ഓക്കെ. ഇത് ചെയ്യുന്നുണ്ടോ? യെസ് മാം. ഓക്കെ അല്ലേ? മനസ്സിലായിട്ടില്ലേ? ഓക്കെ അല്ലേ? ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഇതിന്റെ ടൂളൊന്നും കാണുന്നില്ല. ആ 16th one എങ്ങനെ ചെയ്യാ? ഏത് പേജിലാണ് അൽഹാൻ? 11. ഓക്കെ, 16th 1 6 ആഡ് ചെയ്തോ? ഇനി 3 ആഡ് ചെയ്തേ. മൈക്ക് ഓൺ ചെയ്ത് വെച്ചോട്ടോ. ഓക്കെ, 3 ആഡ് ചെയ്തു. ഇപ്പൊ എത്ര ആൻസർ കിട്ടിയേ? 9. ഓക്കെ, ഇനി അതിലോട്ട് +5 ചെയ്യണം. എന്താ ചെയ്യാ? Carry over. എങ്ങനാ? +5ന്റെ ഫോർമുലയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താ +5ന്റെ ഫോർമുല? +5 +10 -5. യെസ്, അത് ചെയ്തേ. അപ്പൊ എത്ര ലാസ്റ്റ് ആൻസർ കിട്ടിയെന്ന് പറഞ്ഞേ? എത്ര കിട്ടിയ ആൻസർ? 14. യെസ്, വെരി ഗുഡ്. ഇനി എന്താ ചെയ്യട്ടെ? 7 ആഡ് ചെയ്യണം. എന്താ ചെയ്യാ 7 ആഡ് ചെയ്യാന്? അവിടെ 7 ഡയറക്ട്ലി വൺ സ്ലോട്ടിൽ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ +7ന്റെ ഫോർമുല യൂസ് ചെയ്യണം. +7ന്റെ ഫോർമുല എന്താ? 10 -3. യെസ്, അത് ചെയ്തിട്ട് ആൻസർ എത്രയാ കിട്ടിയെന്ന് പറഞ്ഞേ? 21. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ്. ഏതാ ഡൗട്ട്? 11th പേജില് ആ 8th പ്രോബ്ലം ഉണ്ട്. 18th പ്രോബ്ലം ആണോ? 8th 8th പേജ് 8th പ്രോബ്ലം. ഓക്കെ, 5 ആഡ് ചെയ്ത്. ആഡ് 5. ഓക്കെ ഓക്കെ, 8th പ്രോബ്ലം നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. വെരി ഗുഡ് ചെയ്യാൻ അത് കണ്ടുപിടിച്ചതാണ് ചെയ്യാന്റെ ക്വാളിറ്റി. ഓക്കെ, അബാക്കസ് ടൂളിൽ ചെയ്യുന്നവർക്ക് മാത്രമേ അത് റോങ് ആണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചെയ്യാൻ കറക്റ്റ് വേയിലാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അത് ഇപ്പൊ ചെയ്യേണ്ട. അത് നമ്മൾ നെക്സ്റ്റ് ഫോർമുല പഠിക്കുമ്പോ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ അത് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഓക്കെ. ഓക്കെ, അയന അയനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ഓക്കെ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ. ആ ഏത്? നമ്മുടെ ക്ലാസ് കഴിയാറായിട്ടുണ്ട് അല്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ 10th പേജിലെയും 11th പേജിലെ ആൻസേഴ്സ് ഞാൻ വായിക്കാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കാൻ. ഞാൻ പറഞ്ഞ ഒറ്റ തവണ മാത്രമേ ഞാൻ ആൻസേഴ്സ് വായിക്കുള്ളൂ. ഇനി അതിന് മാത്രം സമയം നമുക്കില്ല. എല്ലാരും ശ്രദ്ധിച്ചേക്ക. എല്ലാരും പേജ് നമ്പർ 10 എടുത്തേപ്പോ. ആ പെട്ടെന്ന് വായിക്കട്ടെ. ഓക്കെ മെല്ലെ വായിക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വായിക്കാൻ പോവാണ്. 15 10 ഋതിക ചെക്ക് ചെയ്യുന്നില്ലേ? നോക്കുന്നുണ്ട്. ഓക്കെ. 15 10 17 7. ഇനി 11th ക്വസ്റ്റ്യന്റെ ആൻസർ മുതലാണ്. 12
10, 18, 11, 19, 20, 25, 19, 17, 90. എത്ര പേരുടെ ഫുള്ള് കറക്റ്റ് ആയിട്ടുണ്ട്? ഇലാന്റെ കറക്റ്റ്, ഐമൻ, എന്റേത് ഒന്ന് മാത്രം തെറ്റിട്ടുള്ളൂ. ഓക്കെ. തെറ്റിയവർ എന്ത് ചെയ്യാ? ആ തെറ്റിയ ആൻസർ ഒന്നുകൂടി കറക്റ്റ് ചെയ്യാ കേട്ടോ. ടൂളിൽ തന്നെ ചെയ്യാ. കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അത് ഒന്നുകൂടി ചെയ്തിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പേജിൽ ആൻസർ വായിക്കാണ്. പേജ് നമ്പർ 11. എല്ലാവരും പേജ് നമ്പർ 11 എടുത്തേ. ഷയാന്റെ ഫുള്ള് കറക്റ്റ് ആയിരുന്നോ? മാം ഷയാന്റെ കംപ്ലീറ്റ് ആയിട്ടില്ല. ആ, കംപ്ലീറ്റ് 10th പേജ് കംപ്ലീറ്റ് ആയിട്ടില്ലേ? ഇല്ല, അവൻ ഓക്കെ, 11th പേജ് അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ? 11th പേജ് ചെയ്യുന്നുണ്ട്. ഈ പേജ് ഫുൾ ആയിട്ടില്ല. ഓക്കെ, അതൊന്ന് ചെയ്യിപ്പിക്കണേ. ഓക്കെ. ഓക്കെ, 11th പേജിൽ ആൻസേഴ്സ് ഒന്ന് വായിക്കാം. എല്ലാരും 11th പേജ് എടുത്തില്ലേ? ഓക്കെ, 15, 14, 19, 21, 13, 15, 10. 10 കഴിഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് വൺ 9, 0, 6, 25, 26, 23, 21, 22, 27, 12, 1. മിസ് 11 തൊട്ട് ഒന്നുകൂടി വായിക്കണം. പോയി 6, 25, 12, 26, 23, 21, 22, 27, 12, 1. ഇനി വായിക്കൂലേ? എങ്ങനെയാ? ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാരും പേജ് നമ്പർ ഫിനിഷ് ആവാത്തവര് അത് ഫിനിഷ് ചെയ്യാട്ടോ. 11th പേജ് വരെ ഫിനിഷ് ചെയ്യാ. ഇനി അത് ഫിനിഷ് ചെയ്യുമ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ, എല്ലാരും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഗുഡ് നൈറ്റ് ഓൾ ഓഫ് യു. ബൈ. Thank you.